ബന്ധങ്ങൾക്ക് എത്രമാത്രം പ്രാധാന്യമുണ്ടെന്ന് നമുക്കറിയാം. അതൊരു മെയിൻറ്റെയിൻ ചെയ്യുന്നതിൽ വളരെയധികം ബുദ്ധിമുട്ടുണ്ട് ഇപ്പോഴത്തെ സമൂഹത്തിന്. മുന്നേ ഒരു ജോയിന്റ് ഫാമിലി എന്നതിൽ നിന്ന് ഇപ്പൊ അതൊരു ന്യൂക്ലിയർ ഫാമിലിയിലേക്ക് മാറിയിട്ടുണ്ട്. അതിൽ ഒരുപാട് പോരായ്മകൾ നമുക്കിപ്പോൾ കാണാൻ കഴിയും. അടിക്കടിയുള്ള കൊലപാതകങ്ങളായാലും അതിന്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും. അപ്പോൾ അതിന്റെ പോരായ്മകളായിട്ട് പറയുമ്പോൾ ഒരുപാട് റീസൺസ് ഉണ്ട്. എന്തൊക്കെയാണ് ശ്രുതിക്കയിലെ എന്തൊക്കെ റീസൺ പറയാൻ കഴിയും? ഒരു ഇപ്പൊ തന്നെ നടന്നുകൊണ്ടിരിക്കുന്ന ഓരോ കാര്യങ്ങളും ഇതൊക്കെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു കാര്യങ്ങളാണ്. നമ്മൾ പണ്ടൊക്കെ ആയിരുന്നെങ്കിൽ നമ്മൾ ഒരു കൂട്ടുകുടുംബം ഒരു സമ്പ്രദായത്തിലോട്ടായിരുന്നു നമ്മൾ പോയിരുന്നത് തന്നെ. എല്ലാവരും ഒരുമിച്ച് ഒരു വീട്ടില് അങ്ങനെയായിരുന്നു കഴിഞ്ഞിരുന്നത്. അവിടെ സ്നേഹബന്ധങ്ങള്, കരുതല്, അതിനെല്ലാത്തിനും പ്രാധാന്യം കൊടുത്തിട്ടുണ്ടായിരുന്നു നമ്മൾ അന്നൊക്കെ. പക്ഷെ ഇപ്പൊ നേരെ തിരിച്ചാണ്. ഇപ്പൊ ആരും കൂട്ടുകുടുംബമായിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കാത്ത ഒരു തലമുറ കൂടെയാണ് ഇപ്പൊ. എല്ലാവരും പല പല കാരണങ്ങൾ കൊണ്ടാണ് അതൊക്കെ എങ്ങനെയൊക്കെ സംഭവിച്ചു പോകുന്നത്. പല പല തിരക്കുകള്, ജോലി സംബന്ധമായിട്ട് പുറത്തു പോകേണ്ട ആവശ്യങ്ങള്, അങ്ങനെയൊക്കെ വരുന്നത് കൊണ്ടാണ് ഇപ്പൊ ഈ കൂട്ടുകുടുംബ വ്യവസ്ഥ ഇല്ലാതാവുന്നതും. പിന്നെ ചുരുങ്ങിയ ചില ഫംഗ്ഷനുകള്, അതുപോലെ ആഘോഷങ്ങള്, അങ്ങനെയുള്ളതിന് മാത്രമായിട്ട് ഒരു ഫാമിലി മീറ്റപ്പ് എന്നുള്ള രീതിയിൽ മാത്രമായിട്ട് അത് മാറി എന്ന് പറയാം. ഓക്കെ, ഇതിന്റെ ഒരു ആഫ്റ്റർ എഫക്ട് തന്നെയാണ് നമുക്ക് കമ്മ്യൂണിക്കേഷൻ ഇല്ലാതാവുക എന്ന് പറയുന്നത്. എല്ലാവരും ഇപ്പൊ വളരെയധികം ബിസിയാണ്. സ്വന്തം വീട്ടിലുള്ള ആൾക്കാരുമായിട്ട് തന്നെ സംസാരിക്കുന്നത് വളരെ കുറവാണ്. പണ്ടൊക്കെ ഒരുപാട് ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു. നമ്മളിപ്പോ ഈ വെട്ടപ്പോ, അതായത് കറണ്ട് പോകുന്ന സമയത്തായാലും നമ്മളൊന്ന് കൂടി നമ്മൾ സംസാരിക്കായിരുന്നു. ടി വി കാണുന്നതായാലും ഒരുമിച്ചായിരുന്നു. ഇപ്പൊ എല്ലാം മാറി. ഓരോ റൂമുകളിലും സെപ്പറേറ്റ് സെപ്പറേറ്റ് ടി വി ഉണ്ട്. അപ്പൊ അവരുടേതായിട്ട് ലോകത്തേക്ക് മാറിയ ഒരു അവസ്ഥ. നമ്മളാണെങ്കിൽ തന്നെ ഇപ്പൊ എന്തെങ്കിലും ഒരു ആവശ്യം ഉണ്ടെങ്കിൽ ഇപ്പൊ എന്താ മുകളിൽ നിന്ന് താഴത്തോട്ട് വരാൻ വയ്യാത്തോണ്ട് ഫോൺ വിളിച്ച് ചോദിക്കുക, അല്ലെങ്കിൽ മെസ്സേജ് ചോദിക്കുക. അങ്ങനെ ഒരു ഒന്നാമത് നമ്മുടെ ഒരു മടി ഇതിനകത്ത് എടുത്തു പറയേണ്ട വേറൊരു കാര്യം കൂടിയാണ്. അങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. പിന്നെ തുറന്ന് സംസാരിക്കുന്നില്ല ആരും. കുടുംബത്തിലാണെങ്കിലും രാവിലെ പോകുന്നു, വൈകുന്നേരം വരുന്നു. ഇപ്പൊ വർക്ക് ചെയ്യുന്ന എന്താ പറയാ, അച്ഛനും അമ്മയും വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ, പിന്നെ ഒരു കുട്ടിയും എല്ലാ വീടാണെന്നുണ്ടെങ്കിലും അവര് പോയി വരുന്നു. കുട്ടിയുടെ ട്യൂഷന്, അങ്ങനെയുള്ള കുറച്ച് പഠിത്തം, സ്കൂള്, ആ കാര്യത്തിലൊക്കെ കുട്ടി തിരക്കായിരിക്കും. പിന്നെ കുട്ടിയുടേതായ ലോകം, അച്ഛന് അമ്മയും വന്നു കഴിഞ്ഞാൽ അവർക്ക് അവരുടേതായ കാര്യങ്ങള്, ഒരു കണക്ഷൻ അല്ല. സംസാരിക്കാനുള്ള സമയം കിട്ടുന്നില്ല ഒരിക്കലും. എനിക്ക് തോന്നുന്നു പണ്ടൊക്കെ ആയിരുന്നെങ്കിൽ നമ്മുടെ ഒരു വീട്ടിലെ ഒരു കുട്ടി അല്ലെങ്കിൽ നമ്മുടെ ബാക്കിയുള്ള എല്ലാവരുടെയും ക്യാരക്ടർ നമുക്ക് നന്നായിട്ട് മനസ്സിലാക്കാൻ പറ്റുമായിരുന്നു. ഇരുന്ന് സംസാരിക്കുകയാണെങ്കിലും പ്രശ്നങ്ങളായാലും എല്ലാം പരസ്പരം ഡിസ്കസ് ചെയ്യുമായിരുന്നു. പക്ഷെ ഇപ്പൊ അങ്ങനെയില്ല. ഓരോരുത്തരുടെ പ്രശ്നങ്ങളായി, ഓരോരുത്തരുടെ ക്യാരക്ടറായി നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നതിനെക്കാട്ടിയൊക്കെ മാറിയിരിക്കുകയാണ്. അതിലേക്ക് പ്രധാന പോയിന്റ് ഇത് തന്നെയാണ്, നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നില്ല എന്ന് തന്നെയാണ്. അതിന് ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. അതിനെ കമ്മ്യൂണിക്കേഷൻ വരാതിരിക്കാൻ വേണ്ടിയിട്ട് വരുന്ന ഫാക്ടേഴ്സ് ഒന്ന് ഫോണ്, അതുപോലെ വരുന്ന ടെലിവിഷൻ ആയാലും എല്ലാം ഇതൊക്കെ ന്യൂ ടെക്നോളജീസ് ആണ്. പക്ഷെ അതിന്റെ കൂടെ തന്നെ നമ്മൾ ഈ കമ്മ്യൂണിക്കേഷനെ കൂടി നിലനിർത്തേണ്ടത് അത്യാവശ്യമാണ്. നമ്മുടെ ബന്ധങ്ങളൊക്കെ നിലനിൽക്കണമെങ്കിൽ തന്നെ നമ്മള് മുഖത്തോട് മുഖം നോക്കി സംസാരിച്ചതല്ലേ കുറെയൊക്കെ പ്രശ്നങ്ങൾ തീരും എന്നുള്ളതാണ്. ഇത് ആരോട് സംസാരിക്കുന്ന റൂമിൽ ഒറ്റയ്ക്ക് ഇരിക്കുന്നു, നമ്മുടേതായ പ്രൈവസി ആഗ്രഹിക്കുന്നു. ആ ഒരു നമ്മൾ ഒറ്റയ്ക്ക് ഇരിക്കുന്നു എന്നതിന് അപ്പുറത്തേക്ക് പ്രൈവസി എന്നുള്ളൊരു വേർഡ് ഇപ്പൊ കുറച്ച് കൂടുതലായിട്ട് നമ്മൾ ഉപയോഗിക്കാൻ തുടങ്ങി. ഓരോരുത്തർക്കും അവരുടേതായ പ്രൈവസി ഉണ്ട്, അവർക്ക് അവരുടേതായ സ്വാതന്ത്ര്യങ്ങളുണ്ട്. അങ്ങനെ ചിന്തിക്കാൻ തുടങ്ങി. അപ്പോ ഇപ്പൊ ഫ്രണ്ട്ഷിപ്പിലാണെങ്കിലും മറ്റേതൊരു റിലേഷൻഷിപ്പിലാണെങ്കിലും നമ്മൾ ആരും ഓപ്പൺ ആവുന്നില്ലല്ലോ. നമ്മുടെ വേറൊരു മുഖം വേറെയാണ്. കൂടുതലായിട്ട് ഒറ്റപ്പെട്ട് ജീവിക്കുന്ന, അല്ലെങ്കിൽ ഇപ്പോഴാണെങ്കിൽ തന്നെ നമ്മളൊക്കെ എല്ലാവരും വീട്ടിലാണെങ്കിലും ഒരു മകൻ അല്ലെങ്കിൽ ഒരു മകള്, ഒരു കുട്ടി മതി എന്നുള്ളൊരു നിയമം, അങ്ങനെയാണ്. ആരും കൂടുതലായിട്ട് ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാൻ വയ്യ. അല്ലെങ്കിൽ കൂടുതൽ കുട്ടികളാണെങ്കിൽ എങ്ങനെ ആര് നോക്കും, കുട്ടികൾ ആര് നോക്കും എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഒരു കുട്ടിയാണെങ്കിൽ എന്നാ ഒരു കുട്ടിയുടെ കാര്യമില്ല, അതെങ്കിൽ നമുക്ക് എങ്ങനെയും അഡ്ജസ്റ്റ് ചെയ്ത് നോക്കാം, ഓരോരുത്തരായിട്ട് നോക്കാം, അങ്ങനെ ഒരു ഇതാ. ഇപ്പോഴാണെങ്കിലും കൂടുതലായിട്ട് നമ്മുടെ പാരന്റ്സ് ഒക്കെ പുറത്തു പോകണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഗ്രാൻഡ് പാരന്റ്സ് ആയിരിക്കും കുട്ടികളെ നോക്കുന്നത്. ആ ഒരു കണക്ഷൻ കുട്ടികളായിട്ട് കിട്ടില്ല നമുക്ക് ഒരിക്കലും. ഇപ്പൊ എന്തെങ്കിലും ഒരു കുട്ടിക്ക് ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ തുറന്നു പറയാനുള്ളൊരു മടി ഉണ്ടാവും. നമുക്ക് ആരും അങ്ങനെ പാരന്റ്സിനുമായിട്ട് കൂടുതലായിട്ട് ഇടപഴകുന്ന ഒരു സാഹചര്യം ഇപ്പൊ കുറവാണ്. എല്ലാവരും ഇപ്പൊ റീൽസ് കണ്ടും അങ്ങനെ മൊബൈൽ ഫോണുകളായിട്ട് കൂടുതലായിട്ട് അങ്ങനെ പോകുന്നതാണ്. അതാണ് അതിലൊരു കാര്യം എടുത്തു പറയേണ്ടത്. നമ്മുടെ ഇപ്പൊ മൊബൈൽ ഫോണുകളിലാണ് സിമ്മുകള് ഇപ്പൊ ഓഫേഴ്സ് തരുന്നത്. ഇപ്പൊ ജിയോന്റെ കമ്പനി ആണെങ്കിലും മറ്റേത് നമ്മൾ ഏത് സിം എടുത്തിട്ടുണ്ടെങ്കിൽ അവർക്ക് നമുക്ക് തരുന്ന ഓഫേഴ്സ് ഉണ്ട്. ഡെയിലി ഇത്ര GB ഡാറ്റ നമുക്ക് കിട്ടും, അല്ലെങ്കിൽ 12 മണിക്ക് ശേഷം ഇത്ര GB ഡാറ്റ ഫ്രീ ആണ്. അതൊക്കെ നമ്മൾ അതെങ്ങനെ യൂസ് ചെയ്യാന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്. കൂടുതൽ അതിൽ തന്നെ ഡിപ്പെൻഡ് ചെയ്യാനുള്ള ഒരു
ആ ഒരു ചിന്തയിലേക്ക് പോകും. കാരണം ഇതെങ്ങനെയും മുതലാക്കണം. നമ്മൾ ഇത്ര പൈസ കൊടുത്തിട്ട് എന്താ റീചാർജ് ചെയ്തല്ലേ, അപ്പൊ അതെങ്ങനെയും മുതലാക്കണം. അല്ലെങ്കിൽ അതിലിരുന്ന് സിനിമ ഒറ്റയ്ക്കിരുന്ന് കാണുക, അങ്ങനെയൊക്കെയാണ് ആ കുട്ടിയുടെ ചിന്താഗതി. അല്ലെങ്കിൽ ആ കുട്ടി ചിന്തിക്കുന്ന രീതികളൊന്നും ആരും അറിയുന്നില്ലല്ലോ. അങ്ങനെയൊക്കെയാണ് ഈ വിഷാദ രോഗങ്ങളിലോട്ടൊക്കെ ഓരോരുത്തരും കടക്കുന്നത്. ചെറുപ്പത്തിൽ തന്നെ അങ്ങനെയുള്ള രോഗങ്ങളിലോട്ട് കുട്ടികൾ അഡിക്റ്റ് പോകുന്നു. പിന്നെ അതൊരു ചികിത്സയിലോട്ട് മാറേണ്ട ഒരു അവസ്ഥ. നമ്മളിപ്പോ ആദ്യമൊന്നും നമുക്ക് അങ്ങനെ ഒരു ഡോക്ടറെ കാണേണ്ട ഒരു അവസ്ഥ പോലും വന്നിട്ട്. കാരണം കുടുംബത്തിലാവുമ്പോ ഒരുപാട് പേരുണ്ട്. നമ്മുടെ സന്തോഷങ്ങൾ സങ്കടമാണെങ്കിലും എല്ലാവരും ഒരുമിച്ചാണ് ഷെയർ ചെയ്യാൻ പറ്റും. നമുക്ക് എന്താണ് നമ്മുടെ മുഖം ഒന്ന് മാറിക്കഴിഞ്ഞാൽ, ഒന്ന് പാടിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മുടെ സൗണ്ടിലൊരു വ്യത്യാസം വന്നു കഴിഞ്ഞാൽ അത് മനസ്സിലാവും. ഇപ്പൊ വെച്ചാൽ ആർക്കും സംസാരിക്കാൻ സമയമില്ല. നമ്മുടെ ഇത് കാണാൻ പോലും ഒരു സമയം ഇല്ല എന്ന് പറയുന്നതായിരിക്കും യഥാർത്ഥം. അത് കാരണം അങ്ങനെ സംസാരിച്ചാൽ മാത്രമേ, അല്ലെങ്കിൽ കണ്ടാൽ മാത്രമേ നമ്മുടെ എക്സ്പെക്ടേഷൻ, നമ്മുടെ ആ ഒരു ഫീലിങ്സ് എന്താണെന്ന് മറ്റ് അപ്പുറത്ത് നിൽക്കുന്ന ആൾക്ക് മനസ്സിലാവും. ഇതിപ്പോ അവസരം കിട്ടുന്നില്ല. ഇതിപ്പോ നമ്മള് പുറത്ത് പോവാണെങ്കിലും വീഡിയോ കോൾ ചെയ്യാം. അങ്ങനെ ഒരു 5 മിനിറ്റ് അതിനോട് ചെലവാക്കാം. അല്ലെങ്കിൽ വീട്ടിലോട്ട് പുറത്ത് പോകുന്ന ആൾക്കാരാണെങ്കിൽ ഒരു 5 മിനിറ്റ് അത്ര സംസാരിക്കുള്ളൂ. കൂടുതലൊന്നും പറയാനില്ലായിരിക്കും. പിന്നെ അപൂർവം കുറച്ച് പേരുണ്ട് കൂട്ടുകുടുംബ ഇതായിട്ട് ഇപ്പോഴും അങ്ങനെ പോകുന്നവരുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ ആ ഒരു ജനറേഷനിൽ കൂടുതലും അങ്ങനെ ബന്ധങ്ങൾക്ക് അധികം വില കൽപ്പിക്കുന്നില്ല. അത് ആ ഒരു പീരീഡ് കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ഒഴിവാക്കുന്ന രീതിയാണ് നമ്മൾ കണ്ടുവരുന്നത്. ഇപ്പൊ നമ്മുടെ ഒരു കോളേജ് ഫ്രണ്ട്സിനെ ആയാലും ആ ഒരു ഫ്രണ്ട്ഷിപ്പ് കഴിഞ്ഞു കഴിഞ്ഞാൽ അത് മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അതുപോലെ തന്നെയാണ് ഇപ്പൊ കുടുംബങ്ങളിലേക്ക് വരികയാണെങ്കിൽ സെൽഫിഷ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഒന്ന് പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ അവിടെയുള്ള കാലാവസ്ഥയുമായിട്ടും അവിടെയുള്ള ആൾക്കാരുമായിട്ടും കൂടുതൽ ഫ്രണ്ട്ഷിപ്പ് കാണിക്കുക, അല്ലെങ്കിൽ വീടിനെ മറന്നു പോകുന്ന ഒരു അവസ്ഥ. ഒന്നിനൊരു സ്ഥിരതയില്ല, ബന്ധങ്ങൾക്ക് ഒരു വില കൽപ്പിക്കുന്നില്ല. നമ്മൾ ചെയ്യുന്ന പ്രവർത്തികളാണെങ്കിലും അത്തരത്തിലുള്ള കുറയാണ്. ഇപ്പൊ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ന്യൂസുകളാണെങ്കിലും അമ്മയാണോ എന്താ പെങ്ങളാണോ എന്നൊന്നും തിരിച്ചറിയാതെ കാണിക്കുന്ന ഓരോ ക്രൂരതകള്. സ്വന്തം അമ്മയാണ് ഇപ്പൊ എന്താ വെട്ടിക്കൊല്ലുന്നതൊക്കെ നമ്മൾ ന്യൂസുകളിൽ ഇപ്പൊ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ ഇപ്പൊ സാധാരണഗതിയിലോട്ട് പോയിട്ടുണ്ട്. എന്തുകൊണ്ട് ഇങ്ങനൊരു അവസ്ഥയിലേക്ക് യുവതലമുറ മാറുന്നു, അല്ലെങ്കിൽ എന്താണ് അതിന്റെ കാരണം എന്നുള്ളത് ഇതുവരെ ആർക്കും അറിയില്ല. കാരണം ലഹരിക്ക് അടിമയാണ് ഒരുപാട് പേര്. യുവതലമുറയാണെങ്കിൽ കുട്ടികൾ, ചെറിയ കുട്ടികൾ വരെ ഇതിനോട് അഡിക്റ്റ് ആയി. കാരണം എന്താ വെച്ചാൽ വിഷാദപരമായിട്ടുള്ള വിഷാദ രോഗം അതൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇതിനകത്ത് കുട്ടികൾക്ക് സംഭവിക്കുന്ന മാനസികപരമായിട്ടുള്ള പ്രശ്നങ്ങളാണ് ഇങ്ങനെയുള്ള ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കാൻ അവരെ കൂടുതലായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. ചെറിയ കുട്ടികളാണെങ്കിലും തന്നെ എന്തെങ്കിലും ഒരു വിഷമം, ഇപ്പോഴത്തെ കുട്ടികൾക്കൊന്നും ശരിക്കും പറഞ്ഞാൽ ഒരു ചെറിയ വിഷമം പോലും അവർക്ക് താങ്ങാൻ പറ്റില്ല. ഇപ്പോ സ്കൂളിലാണെങ്കിലും എക്സാമിന് മാർക്ക് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്താ വേറെ എന്തെങ്കിലും ചെറിയ കാര്യമായിരിക്കും, അതിന് ആ ഒരു ചെറിയ പ്രശ്നം കൊണ്ടായിരിക്കും ചിലപ്പോൾ ഒരു കുട്ടിയുടെ ജീവിതം ആ കുട്ടി ആത്മഹത്യ അങ്ങനത്തെ കാര്യങ്ങളിലേക്ക് പോകുന്നു. ചെറിയ കുട്ടികൾ വരെ ഇങ്ങനെ എന്തുകൊണ്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ ഇവർക്ക് എന്തുകൊണ്ട് അതിലൊരു ക്യാപ്പബിലിറ്റി ഇല്ല, നമ്മുടെ മൈൻഡ് നമ്മുടെ കയ്യിൽ നിൽക്കുന്നില്ല. ഇപ്പോ ചെറിയ കുട്ടികളുടെ അവസ്ഥയാണ് അങ്ങനെ. അതൊക്കെ എന്ന് പറയുന്നത് ഈ കുടുംബം, നമ്മളെല്ലാം പഠിക്കുന്നത് നമ്മൾ കുടുംബത്തിൽ നിന്നാണല്ലോ. നമ്മൾ വളർന്നു വന്ന സാഹചര്യം ഒക്കെ അതിനെ ഒക്കെ ബേസ് ചെയ്തിട്ടാണ് ഇതൊക്കെ വരുന്നത്. നമ്മളെ ഇന്നും കാണുന്ന നമ്മുടെ മകനെ അടുത്തൊരു ദിവസം ഇപ്പൊ നമ്മുടെ വീട്ടിലോട്ട് കയറി വരുമ്പോ, രാത്രി സമയത്ത് കയറി വരുമ്പോ ഡോറ് തുറന്നു കൊടുക്കുക, എന്ത് ധൈര്യത്തിലാണ് അല്ലെങ്കിൽ ഏത് അവസ്ഥയിലാണ് അവൻ വരുന്നത് എന്ന് നമുക്ക് ഒരിക്കലും മുൻകൂട്ടി നിശ്ചയിക്കാൻ പറ്റാത്ത ഒരു കാലത്തിലൂടെ നമ്മൾ കടന്നു പോകുന്നത്. ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെയാണ്. രാത്രി ചിലപ്പോൾ വാതിൽ തുറക്കുമ്പോൾ ചിലപ്പോൾ വല്ല വെട്ടുകത്തി എടുത്തിട്ടാണോ വരുന്നത്, അല്ലെങ്കിൽ ഏത് സ്വഭാവത്തോടെയാണോ, കൂട്ടുകെട്ടുകൾ ആരാണെന്ന് പോലും നമുക്ക് അറിയാത്ത ഒരു അവസ്ഥയുണ്ട്. സ്വന്തം മക്കളുടെ കൂട്ടുകാർ ആരാന്ന് പോലും അറിയില്ല. അങ്ങനെ പോകുന്നവരുണ്ട്. നമ്മൾ നമ്മുടെ കാര്യങ്ങൾ മാത്രം ചിന്തിച്ചുകൊണ്ട് അങ്ങനെ നമ്മുടേതായ ലോകത്തോട്ട് പോകുന്നു, ബിസി ലൈഫിലോട്ട് പോകുന്നു. പിന്നെ കുട്ടികളെ കാര്യങ്ങൾ കൂടുതലായിട്ട് നമ്മൾ ചിന്തിക്കുന്നത് അവരുടെ മാർക്ക്, സ്കൂളില് അവരുടെ പെർഫോമൻസ് എങ്ങനെയാണ്, അത് മാത്രമേ ഉള്ളൂ. മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മൾ ഒരിക്കലും നാണം കടയരുത് എന്നുള്ള ചിന്തയിൽ മാത്രമേ ഉള്ളൂ. മറ്റുള്ളവരുടെ മുന്നിൽ നല്ലതായിട്ട് കാണിക്കുക എന്നുള്ള ലക്ഷ്യം മാത്രം. ആ കുട്ടി അല്ലെങ്കിൽ ആ കുട്ടിയുടെ ഇഷ്ടങ്ങള് അതൊന്നും ആരും പരിഗണിക്കുന്നില്ല. അവര് നമ്മളറിയുന്നത് ഡോക്ടർ മകനാണെന്നുണ്ടെങ്കിൽ ആ കുട്ടി എന്തായാലും ഡോക്ടർ ആയിരിക്കണം, അല്ലെങ്കിൽ ടീച്ചർ എന്താ കുട്ടിയാണെന്നുണ്ടെങ്കിൽ ടീച്ചർ ആയിരിക്കണം. അങ്ങനെ ഒരു ഇതാണ്. ആ കുട്ടിയുടെ ഇഷ്ടങ്ങൾ എന്താണോ, ഇഷ്ടാനിഷ്ടങ്ങൾ എന്താണോ ഒന്നും ആരും നോക്കുന്നില്ല. എനിക്ക് എനിക്കൊരു എക്സാമ്പിൾ ആയിട്ട് പറയുന്നത് അതുപോലെ അല്ലാതെ കുറച്ച് വ്യത്യസ്തമായ ഒരു എക്സാമ്പിൾ, നമ്മളൊക്കെ അത്ഭുതപ്പെട്ടു പോകുന്ന ഒരു കാര്യം കൂടിയായിട്ട് നമ്മുടെ ലാലേട്ടന്റെ മകൻ പ്രണവ് മോഹൻലാൽ എന്ന് പറയുന്നത് അത്രയും വലിയൊരു സ്റ്റാർ ആണ്, അത്രയും വലിയൊരു സെലിബ്രിറ്റി ആണ് അദ്ദേഹം. ലാലേട്ടൻ എന്നൊക്കെ പറയാൻ നമുക്കൊക്കെ അത്രയും പ്രിയപ്പെട്ട ഒരു വ്യക്തി കൂടിയാണ്. അദ്ദേഹത്തിന്റെ മകൻ ജീവിക്കുന്ന ഒരു ജീവിതം എന്ന് പറയുന്നത് അതാണ്. ലാലേട്ടൻ പോലും അസൂയയോട് കൂടി കാണുന്നതാണ്. ലാലേട്ടനോട് പലരും ചോദിക്കാറുണ്ട്, എന്തുകൊണ്ടാണ് മകൻ ഇങ്ങനെ ആയി പോയത്,
അയാൾ അയാളുടെ ജീവിതം ജീവിതം ജീവിക്കുകയാണ്. ജീവിക്കുകയാണ്. അയാൾക്ക് അയാളുടെ ജീവിതം ആസ്വദിച്ച് ജീവിക്കാൻ പറ്റുന്നത്. നമുക്ക് പറ്റാത്തതാണ് അദ്ദേഹം അത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ തന്നെ എന്താ പ്രണവിന്റെ അമ്മയാണെങ്കിലും തന്നെ പറയുന്നുണ്ട്, അവൻ എവിടെയാണെന്ന് പോലും അറിയില്ല. പക്ഷെ അവൻ ജോലി ചെയ്യുന്നത് ഒരു പ്രതിഫലം പോലും ആഗ്രഹിക്കാതെയാണ് അവൻ ജോലി ചെയ്യുന്നത്. അപ്പൊ നമ്മൾ നമ്മുടേതായ ഇഷ്ടങ്ങളും ഇഷ്ടാനിഷ്ടങ്ങളും മാത്രം നോക്കിയിട്ട് ജീവിക്കുക, അല്ലാതെ എന്താ വേറൊരാളുടെ ഇഷ്ടത്തിന് വേണ്ടി നമ്മൾ മാറാൻ ശ്രമിക്കാതിരിക്കുക. ഇതൊക്കെയാണ് നമ്മൾ മെയിൻ ആയിട്ട് കാണും. പിന്നെ കൂട്ടുകുടുംബം എന്നുള്ളതിന് ഒരു പ്രാധാന്യം കൊടുക്കുക, കുടുംബത്തിൽ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുക. കൂട്ടുകുടുംബമാണെങ്കിൽ അണുകുടുംബമാണെങ്കിൽ ആ കുടുംബത്തിനുള്ളിൽ ഒരു കമ്മ്യൂണിക്കേഷൻ നിലനിർത്തുക, അവർ തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പ് ബോണ്ട് എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കുക. ഇപ്പൊ അണുകുടുംബം ആണെങ്കിൽ പോലും അവർ തമ്മിലൊരു കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നതാണ്. നമുക്ക് വരുന്ന എല്ലാ മാറ്റങ്ങളും നല്ല രീതിയിൽ മാത്രം അക്സെപ്റ്റ് ചെയ്യുക. ഇപ്പൊ മൊബൈൽ ഫോൺസും മറ്റ് എല്ലാ സൗകര്യങ്ങളും ഉണ്ടെങ്കിലും അതിന് നല്ല രീതിയിൽ മാത്രം അക്സെപ്റ്റ് ചെയ്ത് വീട്ടിലോട്ട് കയറി വരുമ്പോ ഫോൺ മാറ്റി വെച്ച് കുടുംബത്തോട് കൂടി കുറച്ച് ചെലവഴിക്കുക. ആദ്യമൊക്കെ ആയിരുന്നെങ്കിൽ നമ്മൾ പറയും, നമ്മള് കുട്ടികൾ ചെറുപ്പക്കാരുടെ കയ്യിൽ മാത്രമേ ഫോണൊക്കെ ഉണ്ടായിരുന്നെ, മൊബൈൽ ഫോൺസ് ഒക്കെ. അപ്പൊ വീട്ടുകാർ നമ്മളെ എപ്പോഴും പറയും, ഏത് നേരം നോക്കിയാലും ഫോൺ നോക്കിക്കൊണ്ടിരിക്കുകയാണ്, എന്തായാലും മാത്രം അതിനകത്തുള്ളത്. ഇപ്പൊ പാരന്റ്സും ഇങ്ങനെയാ, ഏത് നേരം നോക്കിയാലും അവര് ഫോണിലാണ്. പിന്നെ നമ്മള് കുട്ടികളാണെങ്കിലും തന്നെ ഫോണിലാണ്. എല്ലാവരും ഇങ്ങനെ അഡിക്റ്റ് ആയിക്കൊണ്ടിരിക്കുന്നു മൊബൈൽ ഫോണിൽ. ആ ഒരു കാര്യം വീട്ടിനകത്താണെങ്കിലും അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പിലാണെങ്കിലും ഏത് കാര്യത്തിലാണെങ്കിലും നല്ല രീതിയിൽ മാത്രം അതിനെ ഉപയോഗിക്കുക, അല്ലാത്ത രീതിയിൽ കൊണ്ടുവരാതിരിക്കുക. നമ്മുടെ ബന്ധങ്ങൾ മാത്രമേ തകർക്കുള്ളൂ. ഒരുപാട് പേര് നമ്മുടെ സ്വന്തം വീട്ടിലെ ഒരു കുട്ടി എന്ത് അനുഭവിക്കുന്ന, എന്ത് സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്നു നമുക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ തെറ്റാണ്. അതെ. അപ്പൊ എന്തായാലും ഇതിന് വെല്ലുവിളിയാകുന്ന ഒരുപാട് ഘടകങ്ങളുടെ കാര്യമാണ് നമ്മൾ പറഞ്ഞത്. ആ ഘടകങ്ങളെയൊക്കെ നല്ല രീതിയിൽ ഒഴിവാക്കി, അത് നമുക്ക് നല്ല കാര്യങ്ങളാണ് തരുന്നത്, പക്ഷെ അവയൊക്കെ ഒരു ന്യൂ ടെക്നോളജി ആയിട്ടുള്ള കാര്യങ്ങളാണ്. അതിനെ നല്ല രീതിയിൽ മാത്രം ഉപയോഗപ്പെടുത്തുക. അതിന്റെ പേരിൽ നമ്മുടെ ബന്ധങ്ങളെ ഒന്നും മുറിക്കാതിരിക്കുക, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക വീട്ടുകാരുമായിട്ട്.